ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ മാത്സിൽ 10ാമത്തെ ചാപ്റ്ററായ ചതുരക്കണക്കുകളിലെ ലാസ്റ്റ് പേജിലെ വർക്കുകളാണ് കേട്ടോ. 123, 124 പേജിലെ വർക്കുകളാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ചുവടെയുള്ള രൂപങ്ങളുടെ എല്ലാം പരപ്പളവും ചുറ്റളവും കണക്കാക്കുക. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചുറ്റളവും കണ്ടുപിടിക്കണം, പരപ്പളവും കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വരച്ച് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ റഫായിട്ട് ഒന്ന് വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ താഴെ 6 സെൻറ്റിമീറ്ററാണ് നീളം തന്നിട്ടുണ്ട്. ഹൈറ്റ് അല്ലേ, ബ്രെഡ്ത്ത് എത്രയാണ് തന്നിട്ടുള്ളത്, വീതി തന്നിട്ടുള്ളത് 4 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ മുകളിൽ എത്രയാണ് തന്നിട്ടില്ല, അതുപോലെ തന്നെ ഈ ഒരു ഉയരവും തന്നിട്ടില്ല. അപ്പം നമുക്കത് നോക്കിയാൽ തന്നെ മനസ്സിലാവില്ലേ, ഈ ഒരു എത്രയാണ്, ഈ ഒരു ഉയരം ഇവിടെ 1 സെൻറ്റിമീറ്ററാണ്, ഇവിടെ 2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇത് എത്രയാണ്, 1 സെൻറ്റിമീറ്റർ എന്നാണ് അല്ലേ, ഇവിടെയും 1 സെൻറ്റിമീറ്ററാണ്. അപ്പം ചുറ്റളവ് കാണാൻ ഇത് മൊത്തം കൂട്ടി നോക്കിയാൽ മതി. അപ്പം ചുറ്റളവ് സമം ആദ്യം 6 കൂട്ടല്ലേ, 6 കൂട്ടണം, ഈ 4 കൂട്ടാം, 4 കൂട്ടണം, ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഉയരം എത്രയാണ്, 1 കൂട്ടണം, ഇനി ഇങ്ങോട്ടുള്ളത് 1, അടുത്തത് മുകളിലേക്ക് 2, പിന്നെ വീണ്ടും ഇങ്ങോട്ട് കൂട്ടണം 1, മുകളിലേക്ക് വീണ്ടും 1. ഇനി ഇവിടെ ഉള്ളതാണ് തരാത്തത് അല്ലേ. അപ്പം നമുക്ക് ഇവിടെ താഴെ 6 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. 6 സെൻറ്റിമീറ്ററിൽ നിന്നതാ ഇവിടെ നിന്ന് ഇവിടേക്ക് 1 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയായി, 5 സെൻറ്റിമീറ്ററായി. ഇനി അതേ പോയിൻ്റ് ആട്ടോ, ഈ മുകളിലേക്ക് നേരെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും 1 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയായി, 6ന്ന് 2 പ്രാവശ്യം ഓരോ സെൻറ്റിമീറ്റർ വീതം കുറച്ചപ്പോൾ 6 - 2 എത്രയാ, 4 സെൻറ്റിമീറ്ററാണ് ഇവിടുത്തെ പിന്നെ നീളം വരുന്നത്. അപ്പം +4. ഇനി എത്രയാ, കൂട്ടി നോക്കാം. 6 × 4 = 10, 11, 12, 14, 15, 16, 16 × 4 20 സെൻറ്റിമീറ്ററാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. നമുക്ക് പരപ്പളവാണ് കാണേണ്ടത്. അപ്പോൾ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്, നീളം ഗുണിക്കണം വീതിയാണ് അല്ലേ പരപ്പളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം തന്നതുകൊണ്ട് തന്നെ നമുക്ക് നേരെ നീളം ഗുണിക്കണം വീതി അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഇങ്ങനെ കഷ്ണം എടുത്തിട്ടുണ്ട് അല്ലേ, പീസ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ചതുരത്തിൻ്റെതും കണ്ടുപിടിച്ചിട്ട് അത് കൂട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ നമ്മൾ ഒരു ഇമാജിൻ ചെയ്യുക കേട്ടോ, സങ്കല്പിക്കുക, ഇവിടെ ഒരു വര വരച്ചിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ഒന്നാമത്തത് ഇതിന് നമുക്ക് 1 എന്നൊരു പേരിട്ട് കൊടുക്കുക. ഒന്നാമത്തെ സ്ക്വയറാണ്, നമുക്ക് ഒന്നാമത്തെ റെക്റ്റാങ്കിൾ ആണ്, നമുക്കൊരു പേരിടാം. എന്നിട്ടോ ഈ 1 ഇതല്ലേ വീതി, അപ്പോൾ 1 ഗുണിക്കണം 4 അല്ലേ, നീളത്തിന് നീളത്തിനെ വീതി കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് 1 ഗുണിക്കണം 4. ഒന്നാമത്തതിൻ്റെ എത്രയാണ്, 1 ഗുണിക്കണം 4 = 4 ആണ് അല്ലേ, 4 സെൻറ്റിമീറ്ററാണ്. ഇനി രണ്ടാമത്തെ നമുക്ക് ഇവിടെ വരയ്ക്കാം. അപ്പോൾ ഇവിടെ 2 ഗുണിക്കണം എത്രയാണ്, ഇത് 4 ആണെങ്കിൽ ഇതിനോട് ഈ 1 സെൻറ്റിമീറ്ററോട് കൂട്ടുന്ന സമയത്ത് എത്രയാണ് ഇവിടെ വരിക, ഈ ഭാഗത്ത് 5 ആണ് അല്ലേ, ഇവിടം വരെ 4 ആണ്. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇതേ സെയിം 4 ആണ് ഇവിടം വരെ, ഇതിനോട് 1 സെൻറ്റിമീറ്ററോട് കൂട്ടുന്ന സമയത്ത് 5 ആണ് അല്ലേ. അപ്പോൾ 5 ഗുണിക്കണം എത്രയാണ്, നീളം നോക്കിക്കേ 2 ആണ്. അപ്പോൾ എത്ര, 5 ഗുണിക്കണം 2 10 സെൻറ്റിമീറ്ററാണ് ഇത് രണ്ടാമത്തതിന്. ഇനി മൂന്നാമത്തതിൻ്റെതോ, മൂന്നാമത്തെ റെക്റ്റാങ്കിളിന് തന്നിട്ടുണ്ട് ഇവിടെ 6 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ എത്രയാണ് ഹൈറ്റ് വരുന്നത്, 1 സെൻറ്റിമീറ്ററാണ്. 6 × 1 = 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് മൊത്തം കൂട്ടുന്ന സമയത്ത് 4 + 10 + 6 സമയം എത്രയാ, 4 × 10 14, 14 6 20 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ പരപ്പളവും ചുറ്റളവും സെയിം ആണ്. മക്കൾക്ക് മനസ്സിലായോ? മുകളിൽ എഴുതിയത് ഇങ്ങോട്ട് എഴുതുക കേട്ടോ. ഇവിടെ പരപ്പളവ് എഴുതുന്ന സമയത്ത് 20 ചതുരശ്ര സെൻറ്റിമീറ്റർ അങ്ങനെ എഴുതണേ. ഇനി രണ്ടാമത്തെ ചിത്രത്തിൻ്റെത് നോക്കാം. മക്കളെ ആ ഒരു ചിത്രം ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ 5 സെൻറ്റിമീറ്ററാണ്, ഇവിടെ 4 സെൻറ്റിമീറ്ററാണ് ബ്രെഡ്ത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ എഴുതി കൊടുക്കാം. ഇവിടെ എത്രയാണ് വരിക, ഇവിടെ നോക്കിക്കേ, ഇവിടെ 5 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ മുകളിലും 5 സെൻറ്റിമീറ്ററാണ്, അതിൽ 1 സെൻറ്റിമീറ്റർ ഇതാ താഴേക്ക് പോന്നിട്ടുണ്ട് അല്ലേ, ഇവിടെ താഴേക്കായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും, ഇവിടെ 2 സെൻറ്റിമീറ്ററും ഇവിടെ
2 സെൻറ്റിമീറ്ററും ആയിരിക്കും. മനസ്സിലായോ? അത് ഈ 5 സെൻറ്റിമീറ്റർ ആണുള്ളത്, അതിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ താഴോട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ 2 2 2 4 1 5. അപ്പം നമുക്ക് ചുറ്റളവ് കാണാൻ എളുപ്പമല്ലേ? അപ്പോൾ ചുറ്റളവ് സമം, ചുറ്റളവ് മക്കൾ ഓർക്കുക, ഒരു നൂല് കൊണ്ടോ എന്തിനെ കൊണ്ടെങ്കിലും അളക്കുന്ന സമയത്ത് ഇവിടെ ഒരു നൂല് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ നൂല് വെച്ച് ഇങ്ങനെ വരണം. അപ്പോൾ അത്രയും നീളം, മൊത്തം നീളം നമുക്ക് കിട്ടണം. ചുറ്റളവ് എന്ന് പറയുമ്പോൾ 5 കൂട്ടണം, പിന്നെ 4, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള 2, പിന്നെ താഴോട്ടുള്ള 1, ഇങ്ങോട്ടുള്ള 1, മുകളിലേക്ക് 1, പിന്നെയോ ഇങ്ങോട്ട് 2ഉം ഇങ്ങോട്ട് 4ഉം. അപ്പോൾ മൊത്തം എത്രയാ? 5 4 9, 9ഉം 2ഉം 11, 12 13 14 16, 16 4ഉം 20 സെൻറ്റിമീറ്റർ. ഇതും 20 സെൻറ്റിമീറ്ററാണ് നമുക്ക് ചുറ്റളവ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ പരപ്പളവാണ് കാണേണ്ടത്. പരപ്പളവ് സമം, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പരപ്പളവ് കാണണമെങ്കിൽ ഇവിടെ ഈ മുറിഞ്ഞ ഭാഗം 2 റെക്റ്റാങ്കിളാക്കി മാറ്റണം. ഓക്കെ അല്ലേ? അപ്പോൾ പരപ്പളവ് കാണുന്ന സമയത്ത് മക്കൾ നല്ലോണം ശ്രദ്ധിക്കുക. ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് സെയിം ആയിരിക്കില്ല, 2 സെൻറ്റിമീറ്റർ. ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതുപോലെ ഇത് 1 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1 സെൻറ്റിമീറ്റർ തന്നെ. ഇത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ മൊത്തം 4 സെൻറ്റിമീറ്റർ ആണുള്ളത്. അപ്പോൾ 4ൽ നിന്നും 1 സെൻറ്റിമീറ്റർ പോയാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഭാഗം എത്രയാ? 3 സെൻറ്റിമീറ്റർ ആണല്ലേ. 4ൽ നിന്ന് 1 പോയപ്പോൾ 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും പരപ്പളവ് കാണണം. അപ്പോൾ ഇത് 1 എന്നിട്ട് കൊടുക്കാം, ഇത് 2, ഇത് 3 എന്നിട്ട് ഓരോന്നിൻ്റെയും നേരത്തെ കണ്ടതുപോലെ കണ്ടിട്ട് അത് 3ഉം കൂടെ കൂട്ടണം. അപ്പോൾ ഇവിടെ ഞാൻ പരപ്പളവ് ഒന്നാമത്തേന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഭാഗത്ത് 2 ആണ് അല്ലേ, നീളം 2 ആണ്, പിന്നെ ഉയരം 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു അല്ലേ, 2 ഇൻറ്റു 1, 2 ഗുണിക്കണം 1 2 ആണ്. എന്താ മനസ്സിലായോ? നീളവും വീതിയും ഗുണിക്കുന്ന സമയത്താണ് പരപ്പളവ് കിട്ടുക. അപ്പം നീളം ഗുണിക്കണം നീളം ഗുണിക്കണം വീതി അല്ലേ, ഹൈറ്റും നീളവും കൂടെ ഗുണിക്കുന്ന സമയത്താണ് നമുക്ക് ഒരു ചിത്രത്തിൻ്റെ പരപ്പളവ് കിട്ടുക. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചെറിയ ആ ഒരു റെക്റ്റാങ്കിളിൻ്റെത് 2 ആണ്. ഇനി രണ്ടാമത്തേതോ 2 ഗുണിക്കണം 1 തന്നെ. അപ്പോൾ രണ്ടാമത്തേതും 2 ഗുണിക്കണം 1, ഒന്നാമത്തേത് 2 ഗുണിക്കണം 1, രണ്ടാമത്തേത് 2 ഗുണിക്കണം 1 2 തന്നെ. ഇനി മൂന്നാമത്തേതോ, മൂന്നാമത്തേത് ഇത് വലുതാണ് അല്ലേ. ഇതിൽ 4ൽ നിന്ന് 1 പോയപ്പോൾ ഇവിടുന്ന് ഇവിടെ നീളം എത്രയാ, ഉയരം എത്രയാ? 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 3നെ ഈ നീളം കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് എത്രയാ കിട്ടുക? 3 ഗുണിക്കണം 5 എത്രയാണ്? 3 ഗുണിക്കണം 5 15 ആണ്. അപ്പോൾ അതിന് 3ഉം കൂടെ കൂട്ടണം. ഈ 2 + 2 + 15, 2 + 2 + 15 എത്രയാ? 15 4 19 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ പരപ്പളവ് 19 ചതുരശ്ര സെൻറ്റിമീറ്ററും ചുറ്റളവ് 20 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ മക്കൾ മനസ്സിലായോ? 1 2 3 അങ്ങനെ ഭാഗിക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ചിത്രം ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഞാനിവിടെ ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 5 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് തൊട്ടിട്ട് ഇവിടം വരെ കണ്ടോ, ഹാരോ ഇട്ട് തന്നത് ഇത്രയും, ഇവിടുന്ന് തൊട്ടിട്ട് ഇവിടം വരെയുള്ള നീളം 5 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇതും 1 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റുള്ള സെൻറ്റിമീറ്റേഴ്സ് അളവുകളൊക്കെ കണ്ടുപിടിക്കാം. ഇവിടെ 1 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്രയായിരിക്കും? ഇവിടെയും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഇവിടെ 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതിൽ 1 സെൻറ്റിമീറ്റർ ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട്. ബാക്കി അപ്പോൾ എത്രയായിരിക്കും? 5ൽ നിന്ന് 1 സെൻറ്റിമീറ്റർ പോയാൽ ഇവിടെ 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ 4 ആയാൽ ഇവിടെയും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. ഇനി മുകളിൽ 5 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പം നടുക്ക് ഇതാ 1 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 2 സെൻറ്റിമീറ്റർ
2 സെൻറ്റിമീറ്റർ അല്ലേ, 2 2 4, ഇതൊന്നും 5. ഇങ്ങനെയാണ് അളവുകൾ കിട്ടുക. അപ്പോൾ എല്ലാ അളവുകളും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ചുറ്റളവ് കാണാലോ. ചുറ്റളവ് സമം, അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് കൂട്ടി തുടങ്ങാം അല്ലേ. 5 + 1 + 2 + 4 + 1 + 4 + 2 + 1. അപ്പോൾ ഇവിടെ എഴുതാം 5 + 1 + 2 + 4 + 1 + 4 + 2 + 1 എത്രയാ? 5 3 6, 8 8 4 12, 13 13 4 എത്രയാ? 17 17 2 19 19 1 20 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് ചുറ്റളവ് 20 സെൻറ്റിമീറ്റർ ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. അളവ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ ചിത്രത്തെ രണ്ടായിട്ട് മാറ്റിയതിന് ശേഷം ഓരോന്നിൻ്റെയും പരപ്പളവ് കണ്ടുപിടിച്ചിട്ട് മൊത്തം ചിത്രത്തിൻ്റെ പരപ്പളവ് അത് രണ്ടും കൂടെ കൂട്ടുക. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം 5 ആണ് അല്ലേ, ഇത് 5, ഇതും 5. അപ്പോൾ 5 × 1 അല്ലേ, നീളം ഇൻറ്റു ഉയരം എത്രയാണ്? 5 × 1. അപ്പോൾ പരപ്പളവ് പറയുമ്പോൾ 5 × 1 എത്രയാ? 5 ആണ്. അപ്പോൾ ഇതിൻ്റെത്, ഈ ഒന്നാമത്തതിൻ്റെത് 5 സെൻറ്റിമീറ്റർ ആണ്. ഇനി താഴോട്ടുള്ള ഈ ഒരു ഭാഗത്തിൻ്റെ പരപ്പളവോ? ഉയരം 4 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ നീളം 1 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പം 4 × 1 എത്രയാ? 4 തന്നെ. അപ്പോൾ 5 × 4 = 9 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ചിത്രത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. അടുത്തത് മക്കളെ ഈ ആണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവും പരപ്പളവും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടേതായൊരു ഈ എന്നുള്ള ചിത്രം വരച്ചിട്ടുണ്ട്. ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള അളവ് 5 സെൻറ്റിമീറ്റർ ആണ്. ഈ ഉയരം 1 സെൻറ്റിമീറ്റർ. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള അളവ് 3 സെൻറ്റിമീറ്റർ. ഈ ഉയരം 1 സെൻറ്റിമീറ്റർ. ഇതുപോലെ ഇതിൻ്റെ ഇവിടെ നിന്നോട്ട് വരുമ്പോൾ 5 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ഈ ഉള്ളിൽ വെച്ച് ഇവിടം വരെയുള്ള അളവ് 4 സെൻറ്റിമീറ്റർ ആണ്. ഈ ഒരു ഉയരം 5 സെൻറ്റിമീറ്റർ. ഇവിടെയും സെയിം തന്നെ 5 സെൻറ്റിമീറ്റർ. അത് ഇവിടുന്ന് തൊട്ടിട്ടായതുകൊണ്ടാണ് കേട്ടോ 5 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഉള്ളിലെത്തുമ്പോൾ ഈ ഒരു സെൻറ്റിമീറ്റർ കുറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ മക്കൾക്ക് മനസ്സിലായൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ആക്കത്ത് പറയുന്നത് പതുക്കെ പറയുന്നത് മനസ്സിലാവാത്ത മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ചുറ്റളവ് എങ്ങനെയാണ് കാണാൻ നോക്കാം. അപ്പോൾ മക്കളെ നമുക്ക് ആദ്യം ചുറ്റളവ് എഴുതാം. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് സ്പീഡിൽ എഴുതി വെക്കരുത്, നല്ല പോലെ ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് താഴെ നിന്ന് തുടങ്ങാം. നമ്മൾ പറയുന്ന സമയത്ത് തന്നെ എഴുതാം കേട്ടോ. താഴെ ഇവിടെ എത്രയാണ്? 5 ആണ് അല്ലേ. അപ്പോൾ 5 + ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഉയരം 1 + ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവ് തന്നിട്ടുണ്ട്. എത്രയാ? 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പം 4 + പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഉയരം തന്നിട്ടില്ല. അപ്പോൾ എത്രയായിരിക്കും? ഇവിടെയൊക്കെ 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ തരാത്ത സ്ഥലത്ത് മക്കൾ എഴുതണം കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളം ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ. പക്ഷേ ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 3 ആണെങ്കിൽ ഇതും 3 അല്ലേ, ഇത് രണ്ടും സെയിം അല്ലേ. അപ്പോൾ ഇതും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പം 3 + പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഉയരം 1 സെൻറ്റിമീറ്റർ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 തന്നിട്ടുണ്ട്. 3 + ഇവിടെ നിന്ന് ഇങ്ങോട്ട് തന്നിട്ടില്ല. അപ്പോൾ താഴേക്ക് 1 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് അവിടെയും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളം തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അതേ സെയിം താഴെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഇവിടേക്ക് വരുന്നേരം ഇവിടെ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ +4. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് 1 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ നീളം 5 തന്നിട്ടുണ്ട്, ഇവിടെയും 5. അപ്പം നമുക്ക് 2 5 എഴുതാം. എന്നിട്ട് കൂട്ടി നോക്കാം. 5നോട് 6, 6 4 10, 11, 11 3 14, 15, 18, 19, 19 4 23, 24, 29, 34 സെൻറ്റിമീറ്ററാണ് ചുറ്റളവായിട്ട് വരുന്നത്. നമുക്ക് പരപ്പളവാണ് കാണേണ്ടത്.
പരപ്പളവ് കാണാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് ഭാഗങ്ങളാക്കണം. ഇത് എത്ര എണ്ണം ആക്കണം? ഇവിടെ 1 2 3 4 4 ഭാഗങ്ങളാക്കണം. ഇവിടുന്ന് ഇവിടം വരെ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 കേട്ടോ. നിങ്ങൾ വരയ്ക്കണമെന്നില്ല, മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഒന്നാമത്തേത് ഈ ഉയരം 5 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ എത്രയായിരിക്കും? 1 ആണ് അല്ലേ. അപ്പോൾ 5 × 1 = 5 സെൻറ്റിമീറ്റർ. പിന്നെ രണ്ടാമത്തേതോ ഇവിടെ 4 ആണ് അല്ലേ. 4 പിന്നെ 4 × 1 ഉയരം 1 അല്ലേ. ഇവിടെ 4 ആണ്, ഇവിടെ 1 ആണ്. ഇത് 5 എഴുതി പോകരുത്. എന്താ വെച്ചാൽ ഇവിടെ ഒരു സെൻറ്റിമീറ്റർ ഇവിടെ പോകുന്നുണ്ട്. അപ്പോൾ 5-ൽ നിന്നും 1 സെൻറ്റിമീറ്റർ പോകുന്ന സമയത്ത് 4 സെൻറ്റിമീറ്റർ അല്ലേ. ഇത്രയും ഭാഗം നോക്കിയാൽ മതി. ഇത് 4ഉം 1ഉം ആണ്. അപ്പോൾ 4 × 1 = 4 സെൻറ്റിമീറ്റർ രണ്ടാമത്തേതിൻ്റെ. ഇനി മൂന്നാമത്തേത് ഇവിടുന്ന് ഇവിടേക്കുള്ള നീളം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 3 × 1 = 3 ആണ്. ഇനി താഴെ ഇവിടെ എത്രയാ? ഇത് മൊത്തമായിട്ട് 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് വേണ്ട, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളമാണ് വേണ്ടത് അല്ലേ. അപ്പം 4 × 1 4 × 1 എത്രയാ? 4. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് 5 കൂട്ടണം 4 കൂട്ടണം 3 കൂട്ടണം 4 എത്രയാ? 9. 9ഉം 3ഉം എത്രയാണ്? 12. 12ഉം 4ഉം 16 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ആൻസർ വരിക. അപ്പോൾ മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നും കൂടെ പറയാണ്. ഈ ഒരു ചതുരം എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ചതുരമായിട്ട് എടുക്കുന്നത്. ഇതിന് ഉയരം 5 സെൻറ്റിമീറ്ററും ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ് ഈ നീളം തന്നത്. പക്ഷെ അതിലിവിടെ നിന്ന് തൊട്ട് ഇവിടം വരെയുള്ള നീളം 4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെത്രയാ? 1 ആണ്. അപ്പോൾ 5 × 1 അങ്ങനെ. ഇനി ബാക്കിയുള്ളതും സെയിം. ഇവിടെ ഇങ്ങോട്ടുള്ള നീളം 3 ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് മേലത്തെ പോലെ തന്നെ സെയിം ആണ് അല്ലേ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് തന്നെ ഒരു പിക്ചർ കിട്ടുമ്പോൾ, ഒരു ചിത്രം കിട്ടുമ്പോൾ അളവുകൾ തരാത്ത ഭാഗത്തും കൂടെ അളവുകൾ അതേപോലെ സെയിം ആയിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മാച്ചാക്കിയിട്ട് എഴുതുക. എതിർവശത്ത് സെയിം ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 5 ആണെങ്കിൽ ഇവിടെയും 5 ആയിരിക്കും. ഇവിടെ 4 ആണ്, ഇവിടെയും 4 ആയിരിക്കും. ഇത് മൊത്തമായിട്ട് 5 ആയതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തമായിട്ട് 5 ആയിരിക്കും. ഇവിടെ മൊത്തമായിട്ട് 5 ആയതുകൊണ്ട് മുകളിലും മൊത്തമായിട്ട് 5 ആയിരിക്കും. പക്ഷേ അതിൽ നിന്ന് 1 പോകുന്ന സമയത്താണ് ഇവിടെ 4 സെൻറ്റിമീറ്റർ ആകുന്നത് അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ട് ഇനി ഇവിടുന്ന് ഇവിടം വരെ ഇത്രയും നീളം ഇവിടുത്തതിനില്ല. അതാണ് ഇവിടെ 3 സെൻറ്റിമീറ്റർ തന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അടുത്തത് അവസാനത്തെ ഒരു ചിത്രമാണ്. അതും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതാ ആദ്യം റഫായിട്ടൊരു ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ചുറ്റളവ് കാണാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഏതെങ്കിലും സ്ഥലത്ത് അളവുകൾ തരാത്തതുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ ഇല്ല അല്ലേ. അപ്പോൾ ഇവിടെ 2 ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് എത്രയായിരിക്കും? 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ 2 ആയതുകൊണ്ട് ഇവിടെയും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഇവിടെ 2 ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെയും 2 സെൻറ്റിമീറ്റർ, ഇവിടെ 2, അതുകൊണ്ട് തന്നെ ഇവിടെയും 2 സെൻറ്റിമീറ്റർ. അപ്പം നമുക്കിനി ചുറ്റളവ് കാണാൻ എളുപ്പമല്ലേ. എല്ലാ 2ഉം കൂടെ കൂട്ടിയാൽ മതി. എത്ര 2കൾ കൂട്ടണം? 1 2 3 4 5 6 7 8 9 10 11 12 2കൾ കൂട്ടണം. അപ്പോൾ 12 2 എത്രയാണ്? ചുറ്റളവ് മുകളിൽ എഴുതാം. ചുറ്റളവ് സമം 12 2 എത്രയാണ്? 24. നിങ്ങൾക്ക് ഓരോ 2 വെച്ച് കൂട്ടി അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. 12 2 24 സെൻറ്റിമീറ്റർ ആണ് ചുറ്റളവ്. ഇനി നമുക്ക് പരപ്പളവ് കാണാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഓരോ ചതുരങ്ങളാക്കി മാറ്റണം. ഇവിടെ അപ്പോൾ നമുക്ക് ഓരോന്നിനും നമ്പേഴ്സ് ഇട്ട് കൊടുക്കാം. 1 2 3 4 5 അങ്ങനെ 5 ചതുരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നീളം ഇൻറ്റു വീതി അല്ലേ, നീളം ഇൻറ്റു ഉയരം അതാണ് പരപ്പളവ്. അപ്പം നമ്മൾ ഓരോന്നിൻ്റെയും നീളം ഉയരം എല്ലാം 2 ആണല്ലേ. അപ്പോൾ ഒന്നാമത്തതിൻ്റെത് 2 × 2 = 4. രണ്ടാമത്തതോ മൊത്തം 2 അല്ലേ. അപ്പോൾ 2 × 2 = 4. മൂന്നാമത്തതും 2 × 2 = 4. നാലാമത്തതും 2 × 2 = 4. അഞ്ചാമത്തതും എന്താണ്? 2 × 2 = 4. എല്ലാ ഭാഗവും 2 തന്നെയാണല്ലോ. അപ്പോൾ 5 4 കൂട്ടണം അല്ലേ. 4 + 4 + 4 + 4 +
4 സമം എത്രയാണ്? 5 4 20 അപ്പോൾ 20 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ പരപ്പളവായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗം ഈ ഒരു വർക്കോട് കൂടി തീരുകയാണ്. മക്കൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ഡൗട്ടും കമൻറ്റിലൂടെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.